ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം പരിഗണിക്കും, ഇൻസെന്റീവ് ഉയർത്തും എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാനുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയാണല്ലോ അല്ലേ? കുറിച്ച് വിലയിരുത്തുന്നതും കൃത്യമായി കേന്ദ്രമാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആശാവർക്കർമാരെ ശത്രുതാപരമായി കാണുന്നതാരാണ്? ആശാവർക്കർമാരെ കൂകി ഓടിപ്പിക്കുന്നതാരാണ്? ആശാവർക്കർമാരെ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? 30 ദിവസത്തോളം സഹന സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ എന്താണ്? ആശാവർക്കർമാരുടെ ആവശ്യം അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണം. ആരാണ് അവർക്ക് ഓണറേറിയം നൽകേണ്ടത്? അവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം. ആരാണ് ഇൻസെൻറ്റീവ് നൽകേണ്ടത്? നമുക്കറിയാം, ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്രത്തിലെ അതുമായി ബന്ധപ്പെട്ട ബോർഡ് ഇരുന്ന് ചർച്ച ചെയ്തു. 20 വർഷം മുമ്പുള്ള അവരുടെ വേതനത്തിൽ അതിനാവശ്യമായ നടപടി. നിങ്ങൾ രണ്ടു കൂട്ടരും കേന്ദ്രവും സംസ്ഥാനവും പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കല്ലേ? ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേണമല്ലോ. കേരളത്തിലെ ഒരു ആശാ വർക്കർക്ക് 13,200 രൂപ കിട്ടുമ്പോൾ അതിൽ കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. ബാക്കിയുള്ള ഇൻസെന്റീവ് ഒപ്പം സംസ്ഥാനത്തിന്റെ ഓണറേറിയമായ 7000, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് 13,000-ന് മുകളിലേക്ക് ഈ സംഖ്യ വരുന്നത്. ഈ ഇൻസെന്റീവ്, ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, വേരിയബിൾ ഇൻസെന്റീവ് ആവട്ടെ, ഈ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ 60% തുകയെ കേന്ദ്രത്തിൽ നിന്നുള്ളൂ, ബാക്കി 40% ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 13,200 രൂപ കൊടുക്കുമ്പോൾ അതിൽ 9,400 സംസ്ഥാനം കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സംസ്ഥാനം അത്രയും കൊടുക്കുന്നുണ്ടല്ലോ. ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവ് ഇപ്പോൾ 3000 ആണല്ലോ, അതൊരു 6000 രൂപയാക്ക്, 7000 രൂപയാക്ക്, അതനുസരിച്ച് സംസ്ഥാനത്തോട് കൂട്ടാൻ പറ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. അല്ല, എങ്ങനെ പരിഹരിക്കണമെന്ന് അഭിലാഷ് മോഹൻ നമുക്ക് തീരുമാനിക്കാം. താങ്കൾ ഇത്രയും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷത്തെ ന്യായീകരിക്കുന്നത് മനസ്സിലാവാത്ത ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ന്യായീകരിച്ചതല്ല, നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? കേന്ദ്രമാണോ? അല്ല ഞാൻ പറയാം. അല്ല ഷിജേന്ദ്ര മാസ്റ്റർ, ഇന്ന് ഹാരിസ് ബീരാനുള്ള ഉത്തരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ആശമാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട്, സ്വാഗതാർഹം, ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ഗുജറാത്തിലെ ആശമാരെ കുറിച്ചോ ശ്രീജേന്ദ്ര മാസ്റ്റർ? പ്രധാനമന്ത്രിയുടെ അമിത്ഷായുടെ ഒക്കെ സംസ്ഥാനമല്ലേ ഗുജറാത്ത് സംസ്ഥാനം? ആകെ 2,500 രൂപ ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ 50% ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഗുജറാത്തിലെ ആശാ വർക്കർമാർക്ക് ജോലിയില്ലേ? അരുണാചൽ പ്രദേശ് 2,000 രൂപയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ തന്നെ സംസ്ഥാനങ്ങൾ എടുക്കൂ. ജാർഖണ്ഡ് ഈ കേന്ദ്രം കൊടുക്കുന്ന ഫിക്സഡ് ഇൻസെന്റീവിന്റെ കൂടെ 1,000 രൂപയാണ് അധികം കൊടുക്കുന്നത്. ഉത്തർപ്രദേശ് നോക്കൂ, ഉത്തർപ്രദേശിൽ എത്രയാണ് അവസ്ഥ? മധ്യപ്രദേശ് നോക്കൂ, മധ്യപ്രദേശിൽ 4,000 രൂപയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആശാമാർക്ക് കൊടുക്കേണ്ട. ഈ രാജ്യത്തെ എല്ലാ ആശാ വർക്കേഴ്സിനും പണം ഉയർത്തണം. അവിടെ കൃത്യമായി അത് ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ പങ്ക്, മുഖ്യമായ പങ്ക് ഒരു കേന്ദ്ര സ്കീം എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിനാണ്. അത് ചെയ്യണ്ടേ? അല്ല, ഈ ചർച്ചയിൽ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അഭിലാഷ് എന്തിനാണ് ഇങ്ങനെ എൻ്റെ വായ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ വെർഷൻ പൂർത്തിയാക്കിക്കോട്ടെ അഭിലാഷേ. ഏതായാലും ഗുജറാത്തിനോടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോടും നിഷ്പക്ഷനായ, സത്യസന്ധനായ, ആങ്കറായ അഭിലാഷ് മോഹനുള്ള കമ്മിറ്റ്മെന്റിനെ ഞാൻ ബഹുമാനിക്കുന്നു സർ. പക്ഷെ എൻ്റെ ഒരൊറ്റ വിനയപൂർവ്വമുള്ള ചോദ്യം സർ, എന്തുകൊണ്ടാണ് കേന്ദ്രമാണ് ഈ വലിയ പരിഗണന നടത്തേണ്ടതെങ്കിൽ 2016-ലെയും 2021-ലെയും സംസ്ഥാനത്തിന്റെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കാമെന്ന് എന്തിനാണ് സംസ്ഥാനം പറയേണ്ടി വന്നത്? മാത്രമല്ല, ഓണറേറിയം കൊടുക്കേണ്ടത് എല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന അഭിലാഷൻ അറിയാമല്ലോ. ഓണറേറിയം കൊടുക്കേണ്ടത് ആരാണ്? ഓണറേറിയം കൊടുക്കേണ്ടത് സംസ്ഥാനമല്ലേ? 10,000 കൊടുക്കുന്ന സിക്കിമും ആന്ധ്രയും ഒക്കെ കേന്ദ്രത്തിന് മുമ്പിൽ പോയി വാങ്ങിയിട്ടാണോ 10,000 കൊടുത്തത്? കേരളമാണ് 10,000 കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് തള്ളിമറിച്ചപ്പോഴും അല്ല, ഇന്ന് അങ്ങയുടെ മന്ത്രി രാജ്യസഭയിൽ വെച്ച ഉത്തരമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ സിക്കിമിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. സിക്കിമിനെ കുറിച്ച് ഈ ഡോക്യുമെന്റിലും പറയുന്നത് മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000, മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 from state fund. Recently government of Sikkim announces hike a fixed honorarium from 6,000 to Rs 10,000 എന്നാണ്. 6 മാസം മുമ്പ് ഡീൻ കുര്യാക്കോസിന് കിട്ടിയ മറുപടിയിലും ഇതാണ് പറയുന്നത്. ഇതുവരെ ഇത് ഉയർത്തി കഴിഞ്ഞില്ലേ? 10,000 ആക്കി എന്ന് കൊടുക്കും? ആന്ധ്രാപ്രദേശും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, കർണാടകയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിഷ്പക്ഷനായ അഭിലാഷ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. നിങ്ങൾ അല്ല, അങ്ങ് കോൺട്രാഡിക്ടറിയായി സംസാരിക്കുന്നത് കൊണ്ടാണ്
ഇടപെടേണ്ടി വരുന്നത്? നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് സംസാരിക്കും സാർ. എന്താണ് തേനും പാലും contradictory വഴിഞ്ഞൊഴുകുകയല്ലേ ആശമാരോട്? സുരേഷ് ഗോപി 3 തവണ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ പോയല്ലോ. കൊടയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അവർക്ക് സഹായം കൂടെ കൊടുക്കണ്ടേ? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണോ? ഞാൻ ഏത് കോൺട്രാഡിക്ടറി? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിന്റെ പൂർണ്ണ ലിസ്റ്റ് എന്തായാലും ഉണ്ട്, വായിക്കണം. വലിയ അല്ല, ഞാൻ പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാരിന്റെ ഡോക്യുമെന്റ് ആണല്ലോ. എന്റെ അവസരം നിങ്ങൾ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ആദ്യഘട്ടം എന്റെ വാദഗതിയെങ്കിലും ഞാനൊന്ന് അവതരിപ്പിച്ചോട്ടെ എന്ന് താങ്കൾ. അല്ല, വാദഗതി അവതരിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വൈരുദ്ധ്യം വരുമ്പോഴല്ലേ ഞാൻ ഇടപെടുന്നത്. അല്ല, ഞാൻ ഏത് കാര്യമാണ് വൈരുദ്ധ്യം പറഞ്ഞത്? കേന്ദ്രമാണ് ഓണറേറിയം കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞത് കോൺട്രാഡിക്ടറി ആണോ? 2016-ലും 2021-ലും കേരളത്തിന്റെ പ്രകടന പത്രികയിൽ 700 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രകടന പത്രികയിൽ 7,000 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല പറഞ്ഞത്, 700 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അത് മിനിമം കൂലിയുടെ കാര്യമാണ്. ഓണറേറിയം ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണറേറിയം ഉയർത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്, കാരണം ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാനമാണ്, ഇൻസെന്റീവ് കൊടുക്കുന്നത് കേന്ദ്രവുമാണ്. അപ്പോ ഈ ഇൻസെന്റീവ് കൊടുക്കുന്നത് തന്നെ 60 അനുപാതം 40 എന്ന രീതിയിലാണ്. എന്റെ ചോദ്യം, അങ്ങ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയോട് ഓണറേറിയം ഉയർത്തുന്നതിനെ കുറിച്ച് ചോദിക്കും. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, ഭയങ്കര സ്നേഹമല്ലേ, ഫിക്സഡ് ഇൻസെന്റീവ് ആവട്ടെ, വേരിയബിൾ ഇൻസെന്റീവ് ആവട്ടെ, അതങ്ങ് കൂട്ടിക്കൊടുക്കണം സാർ, അത്രേ ഉള്ളൂ. അല്ല അഭിലാഷേ, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ 10 ലക്ഷത്തോളം ആളുകളുള്ളതിൽ കേരളത്തിൽ സമരം വരുന്നു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗത്തോട് അതിന്റെ മൊത്തം കച്ചവടം ഏറ്റെടുത്തിരിക്കുന്ന മന്ത്രിമാർക്ക് എന്തുകൊണ്ടാണ് ഈ സമരം സന്ദർശിക്കാൻ ധൈര്യമില്ലാത്തത്? അഭിലാഷ് ഇപ്പൊ തന്നെ പറഞ്ഞു. അഭിലാഷിനെ പോലെയും എന്നെ പോലെയും ഒക്കെ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും ഒക്കെ ആണല്ലോ ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്താ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നിടത്ത് താങ്കൾ ഈ പറഞ്ഞതാണ് വസ്തുതയെങ്കിൽ സുരേഷ് ഗോപിയെ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കേണ്ടേ അവിടെ? മാത്രമല്ല അഭിലാഷേ, ഇത് കേന്ദ്രമാണ് ഉത്തരവാദി എങ്കിൽ സെക്രട്ടറിയുടെ ഒരുപാട് സമരമില്ലേ? ഈ സമരക്കാരെയൊക്കെ അവിടെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അവരെ കൂകി തോൽപ്പിക്കുന്നുണ്ടോ? അപ്പൊ അഭിലാഷ് അറിഞ്ഞോ അറിയാതെയോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളെ വളച്ചൊടിക്കാനാണ്. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ അറിയാവുന്നതുപോലെ ആശമാരുടെ സമരമുണ്ട്. കർണാടകയിൽ ആശമാരുടെ സമരം ഉണ്ടായിരുന്നു, ഛത്തീസ്ഗഡിൽ ആശമാരുടെ സമരം ഉണ്ടായിരുന്നു, ജന്തർ മന്ദറിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ സമരം ഉണ്ടായിരുന്നു, പാർലമെന്റ് മാർച്ച് ആശാ വർക്കേഴ്സ് നടത്തിയിട്ടുണ്ട്. എല്ലായിടങ്ങളിലും സമരമുണ്ട്. നിങ്ങളുടെ MP രേഖാ ശർമ്മ തന്നെ പറഞ്ഞതുപോലെ ഇതൊരു ദേശീയ വിഷയമാണ് ശ്രീ ജയചന്ദ്രൻ. കേരളത്തിലെ സർക്കാർ ഓണറേറിയം ഉയർത്തണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങ് മറച്ചിട്ട് ഇവരൊക്കെ കൊടുത്തോട്ടെ, നമ്മൾ സമരപ്പന്തലിൽ വന്നിട്ട് പിന്തുണ അർപ്പിക്കാം. സമരപ്പന്തലിൽ പിന്തുണ അർപ്പിക്കാൻ പല ആൾക്കാരുണ്ടാവും, അതിന് നിങ്ങൾ വേണ്ടല്ലോ. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടല്ലേ സമരപ്പന്തലിൽ പോകേണ്ടത്? അല്ല, ഞങ്ങൾ പോകണോ വേണ്ടയോ എന്ന് ആരോടാണ് ചോദിച്ചു പോകേണ്ടത് വെച്ചാൽ ഞങ്ങൾ അവിടെ ചോദിച്ചു പോകാം. അഭിലാഷിനോട് സമ്മതം ചോദിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ പോകാം. പക്ഷെ അഭിലാഷ് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? ഈ സമരത്തോടുള്ള അഭിലാഷ് കുറ്റം പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് രേഖാ ശർമ്മ പാർലമെന്റിൽ ഉന്നയിച്ചു. സന്തോഷമല്ലല്ലോ ഉന്നയിച്ചത്. രേഖാ ശർമ്മ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു അവർ ചെയ്യുന്ന സേവനങ്ങൾ അല്ല. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവില്ല. ഏങ്കർ എന്തിനാ ഇങ്ങനെ പക്ഷം പിടിക്കുന്നത്? എനിക്ക് കോൺഗ്രസിന്റെ എംപിമാർ പലരും ഉന്നയിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് പി സന്തോഷ് കുമാറാണ് ഉന്നയിച്ചത്, ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടേക്കേ. അല്ല അഭിലാഷ് എന്തിനാ ഇതിനകത്ത് CPM ആവുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഗവൺമെന്റ് ഈ ആരോഗ്യമന്ത്രി ഈ സമരത്തോടുള്ള മനോഭാവം പ്രഖ്യാപിച്ചു. അഭിലാഷേ, കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ സമരത്തോടുള്ള സമീപനം പ്രഖ്യാപിച്ചു. അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അത് വൈകാതെ വർദ്ധിപ്പിക്കും. പക്ഷേ ഈ ചർച്ചയിൽ എന്തുകൊണ്ടാണ് അഭിലാഷ് നിങ്ങൾ വിളിച്ചിട്ടോ ഇടതുപക്ഷ പ്രതിനിധി വരാഞ്ഞിട്ടാണോ നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ? അല്ല, വിളിച്ചിരുന്നു. ആ ശൂന്യതയാണോ അഭിലാഷ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്? അല്ലല്ല, അവരുടെ എംപിമാരെയാണ് നോക്കിയത്. പാർലമെന്റ് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അവര് പോകുന്നുണ്ട്. അല്ല ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് അവരില്ലാത്ത ശൂന്യത അഭിലാഷ് ഏറ്റെടുക്കണ്ട. അത് അവര് വന്ന് പറയട്ടെ. ഉത്തരവുണ്ടെങ്കിൽ അത് പറയൂ. കേൾക്കുന്ന ആളുകൾക്ക് അങ്ങ് ഉത്തരവില്ലാത്തത് കൊണ്ട് ആകാശത്തേക്ക് വെടിവെക്കുകയാണെന്ന് തോന്നല്ലേ? ഉത്തരവുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. അല്ല, ഉത്തരം പറയാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഉത്തരം പറയുന്നില്ലല്ലോ.
അഭിലാഷേ, നിങ്ങൾ എന്നെ പറയുന്നില്ലല്ലോ. മുതൽ എന്നെ CPM-ന്റെ പ്രതിനിധിയില്ല, നിങ്ങൾ ആ സ്ഥാനം ഏറ്റെടുത്തു, നിങ്ങൾ പറഞ്ഞു നിഷ്പക്ഷത ഇങ്ങനെയല്ല എന്നൊക്കെയല്ലേ അങ്ങ് പറയുന്നത്. വാദം ഉന്നയിച്ചു എന്ന്. ഏത് വാദമാണ് ഞാൻ ഉന്നയിച്ച കോൺട്രഡിക്ടറി എന്നത് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആശമാർക്ക് കിട്ടുന്ന ആകെ തുക, അതിൽ സംസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര, കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്ര, ഈ കണക്കുകളിൽ ഇപ്പൊ കേരളത്തിന്റെ കുഴപ്പം എന്നുള്ളതാണല്ലോ അങ്ങ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അഭിലാഷേ, എന്താണ് ശരി? അങ്ങനെയാണെങ്കിൽ ഒരു കോൺട്രാഡിക്ഷൻ വേണ്ട. അങ്ങയുടെ പോയിന്റ് പറയും. കുറിച്ചുള്ള അഭിലാഷിനെ അസ്വസ്ഥമാക്കിയത് അതല്ല. പിന്നെന്താ? അഭിലാഷിനെ അസ്വസ്ഥമാക്കിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസാന്നിധ്യത്തെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭാവത്തെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഫില്ല് ചെയ്തു. എന്നെ അസ്വസ്ഥമാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങേക്ക് സന്ദർശിച്ചു. എന്നെ അസ്വസ്ഥമാക്കിയത് ഒരേ ഒരു കാര്യമാണ്. ഡെലിവറി ചെയ്യാൻ ബാധ്യതയുള്ളവർ, പ്രശ്നം പരിഹരിക്കാൻ ബാധ്യതയുള്ളവർ തിയേറ്ററിക്സ് കാണിക്കുന്നു. സ്വീകരിച്ചു. മാത്രമല്ല അവരെ ഞങ്ങൾ എന്നെ അസ്വസ്ഥമാക്കിയ കാര്യം അങ്ങ് ശാന്തത പാലിച്ച ഞാൻ പറയാം. അവരെ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല. അല്ല, അങ്ങ് എന്നെ അസ്വസ്ഥമാക്കിയത് ചുമതല നിർവഹിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഡെലിവർ ചെയ്യേണ്ട ആളുകൾ, ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ആശാ വർക്കർമാർക്ക് ആശ്വാസമാകേണ്ടവർ, അവരെ തൊഴിലാളികളായി പരിഗണിക്കേണ്ടവർ, അവർക്ക് മന്ത്ലി 21,000 രൂപയെങ്കിലും ഉറപ്പാക്കേണ്ടവർ, അത് ചെയ്യാതെ കണ്ണിൽ പൊടിയിടാൻ സമരപ്പന്തലിൽ ചെന്ന് തിയേറ്ററിക്സ് കാണിക്കുന്നത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു പൗരബോധത്തിന്റെ ഭാഗമല്ലേ? അങ്ങൊന്ന് നിഷ്പക്ഷനായി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കാണ് ഉത്തരവാദിത്വം? ഇന്ത്യയിലെ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു കേന്ദ്ര സ്കീമിൽ വരുന്ന കാര്യമായത് കൊണ്ട് തന്നെ പകുതി ഉത്തരവാദിത്വമെങ്കിലും കേന്ദ്ര സർക്കാരിനുണ്ടല്ലോ. അത് ചെയ്തിട്ട് ഈ സമരപ്പന്തലിൽ പോയി നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ ചെയ്യാത്തപ്പോഴല്ലേ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്? ജയേന്ദ്രൻ മാഷെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ മിണ്ടാൻ പറഞ്ഞോളൂ. എന്നെ നിഷ്പക്ഷനാകാൻ ഉപദേശിക്കുന്ന അഭിലാഷിന്റെ നിഷ്പക്ഷത ഒന്ന് അഭിലാഷ് സ്വയം വിലയിരുത്തുക. എന്റെ നിഷ്പക്ഷതയിൽ ഓരോ സംസ്ഥാനത്തെയും ഉത്തരം പറയൂ സാർ. താങ്കൾ എന്തിനാണ് സാർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. മുതൽ എന്തിനാണ് എന്റെ വായിൽ കയറുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. ചർച്ചയ്ക്ക് നിങ്ങൾ അനുവദിക്കുന്നില്ല. എന്നെ ഉത്തരം പറയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് അനുവദിക്കുക? എന്നെ സംസാരിക്കുക അല്ല അത് ഉത്തരം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഉത്തരം പറയാമോ? ഞാൻ ഉത്തരം തുടങ്ങിയത് മുതൽ നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. ശരി, അങ്ങ് പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ ഇത്രയും സമയം തടസ്സപ്പെടുത്തി നിങ്ങൾ ഇനി എന്നെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമോ? വളരെ കൃത്യമായിട്ട് കേന്ദ്രമന്ത്രിയും ആ MP-യും അത് ഉന്നയിച്ച ആളുകളും അവരുടെ ധർമ്മം നിറവേറ്റി. ഞങ്ങൾ ഈ ആശാ വർക്കർമാരെ അധിക്ഷേപിച്ചില്ല, ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനം അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ പിരിച്ചുവിടുമെന്ന് പറയുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു. ഇതിന്റെ നയവ്യതിയാനം എന്താണ്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആശാ വർക്കർമാരുടെ സമരം ന്യായമാണ്. അവരുടെ പ്രവർത്തനത്തിൽ വെച്ച പ്രതിഫലം അവർക്കില്ല. അത് കേന്ദ്ര സംസ്ഥാനവും സംയുക്തമായി ചെയ്യേണ്ടതാണ്. കേന്ദ്രം ചെയ്യേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിനെ കുറിച്ച് ഇത് പറയിപ്പിക്കാൻ അഭിലാഷിൽ നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകൻ തയ്യാറായാൽ നമുക്ക് ചർച്ച തുടരാം. ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അതാണല്ലോ പോയിന്റ്. ഞാൻ അതെടുത്തു. ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള നടപടിയാണ്. നമുക്കത് കാത്തിരിക്കാം. ചെയ്യാമെന്ന് പറഞ്ഞല്ലോ എന്നെടുക്കാം.